പുസ്തകമേ, നിന്നെ എനിക്കിഷ്ടമായി. നീയാണ് ഇരുളിൽ വെളിച്ചമായി വന്നതും നീയാണ് ഏകാന്ത യാമങ്ങളിൽ കൂട്ടായിരുന്നതും. എല്ലാ കൂട്ടുകാർക്കും എന്റെ വായന ദിനാശംസകൾ. അറിവിന്റെയും ഭാവനയുടെയും ആകാശത്തിലേക്ക് ചിറകുവിടർത്താൻ നമ്മെ പ്രാപ്തരാക്കുന്നത് പുസ്തകങ്ങളാണ്. അക്ഷരങ്ങളെയും വായനയെയും സ്നേഹിക്കുന്നവർക്കായി കാലാധിപത്യയായ 5 അമൂല്യ കൃതികളിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ് DC ബുക്സ് ഇറക്കിയ മലയാളത്തിലെ പരിഭാഷയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിലൊന്ന്. സാധാരണ ഒരു ഇടയനായ സാന്റിയാഗോയുടെ ജീവിതത്തിലെ സ്വപ്നയാത്ര. സ്പെയിനിലെ ചെറിയ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി ഈജിപ്തിലെ പിരമിഡുകളിലേക്കുള്ള യാത്ര. സ്വയം കണ്ടെത്താനുള്ള ആത്മയാത്ര. ആൽക്കെമിസ്റ്റ് ഒരു കഥ മാത്രമല്ല, അത് നിങ്ങൾ ഓരോരുത്തരുടെയും സ്വപ്നങ്ങളെ ഉണർത്തുന്ന ഒരു പ്രകാശമാണ്. ഈ പുസ്തകം നിങ്ങളോട് പറയുന്നത് ഒറ്റ വാക്ക്: നീ സ്വപ്നം കണ്ടാൽ അതിനു പിന്നിൽ പോകാൻ ഭയപ്പെടരുത്. സമകാലിക സമൂഹത്തിന്റെ പൊള്ളത്തരങ്ങൾക്കു നേരെ പിടിച്ച കണ്ണാടിയാണ് സന്തോഷ് എച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന കഥ. ആഡംബരങ്ങളുടെയും ധൂർത്തിന്റെയും നടുവിൽ നാം പാഴാക്കി കളയുന്ന ഭക്ഷണത്തിന്റെ മൂല്യവും മറുനാട്ടിൽ നിന്നും വിശപ്പിന്റെ വിളി തേടിയെത്തുന്ന മനുഷ്യരുടെ ദയനീയ അവസ്ഥയും ഇതിൽ തീക്ഷ്ണമായി ആവിഷ്കരിച്ചിരിക്കുന്നു. വിശപ്പിന്റെ വിവേചനങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തമായ സാമൂഹിക വിചാരണയാണിത്. ഈ കഥ നമ്മുടെ ചിന്തയിലേക്ക് ഒരു പിടിക്കനലുകൾ വാരിയെറിഞ്ഞിരിക്കുന്നു. ഒരു ലക്ഷത്തിലേറെ കോപ്പികൾ വിറ്റയച്ച ഈ പുസ്തകം വായനക്കാരുടെ ഹൃദയം കീഴടക്കി. ടോട്ടോ ചാൻ എന്ന വികൃതി പെൺകുട്ടിയുടെ ഹൃദയം കവർന്ന ടോമോ വിദ്യാലയവും അവിടുത്തെ സ്നേഹനിധിയും വായനാശാലിയുമായിരുന്ന ഹെഡ്മാസ്റ്റർ ഹൊവായാഷിയും നമ്മെ ഒരുപാട് ആകർഷിക്കും. ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കാൻ തോന്നുന്ന ഉജ്ജ്വലമായ ഈ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് പ്രശസ്ത കവി അൻവർ അലിയാണ്. ടോട്ടോ ചാൻ എന്നത് വെറും ഒരു വായനാനുഭവമല്ല, അതൊരു മനസ്സിലാക്കലാണ്. ജ്വലിക്കുന്ന ഒരു മനസ്സിനേക്കാൾ ശക്തമായ മറ്റൊന്നും ഈ ഭൂമിയിലോ ഭൂമിക്ക് താഴെയോ മുകളിലോ ഇല്ല. വളരെ ലളിതമായ ഭാഷയിലാണ് കലാം ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. തന്റെ സ്വന്തം ജീവിതാനുഭവങ്ങളും മഹാത്മാക്കളുമായുള്ള കൂടിക്കാഴ്ചകളും ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിലുള്ള അനുഭവങ്ങളും അദ്ദേഹം ഇതിൽ പങ്കുവെക്കുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും നിർബന്ധമായി വായിക്കേണ്ട ഒരു കൃതിയാണിത്. ഒരു നല്ല പുസ്തകം വായിച്ചു തീരുമ്പോൾ അത് അവസാനിക്കുന്നില്ല. അതിലെ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കും. മരണത്തിന്റെ കയ്പും മാതൃസ്നേഹത്തിന്റെ മധുരവും ഒരേ സമയം വായനക്കാരന്റെ ഹൃദയത്തിലേക്ക് പകർന്നു നൽകുന്ന മാധവിക്കുട്ടിയുടെ അനശ്വരമായ രചനയാണ് നെയ്പായസം. കൂട്ടുകാരെ, നിങ്ങൾ ഈ കഥ വായിച്ചു തീരുമ്പോഴേക്കും നമ്മുടെ കണ്ണുകളെ ഈരനണിയിക്കുകയും ഉള്ളിലൊരു വലിയ നൊമ്പരം ബാക്കി വെക്കുകയും ചെയ്യുന്നു. അമ്മയുടെ സ്നേഹത്തിന്റെ ആഴമറിയാൻ, ജീവിതത്തിലെ നശ്വരത മനസ്സിലാക്കാൻ നിങ്ങൾ ഈ കഥ ഒരിക്കലെങ്കിലും വായിക്കണം. കൂട്ടുകാരൻ, ഈ 5 കൃതികളും വെറുമൊരു വായനാനുഭവമല്ല, മറിച്ച് മനുഷ്യ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്കുള്ള വെളിച്ചപ്പാടുകളാണ്. അക്ഷരങ്ങളുടെ ലോകം അനന്തമാണ്. ആ മഹാസമുദ്രത്തിന്റെ ചില തുള്ളികൾ മാത്രമാണ് ഇവിടെ പങ്കുവച്ചത്. മൊബൈൽ ഫോണിന്റെ സ്ക്രീനുകളേക്കാൾ നമ്മെ ജീവിക്കാൻ പഠിപ്പിക്കുന്നത് പുസ്തകങ്ങളുടെ സുഗന്ധമുള്ള താളുകളാണ്. അതെ, പുസ്തകങ്ങളെ പ്രണയിക്കാം, അക്ഷരങ്ങളോട് കൂട്ടുകൂടാം. നന്ദി.